വിമലാട്ടാ എന്താണ്? ഞാൻ ഒരാളെ കാണാറിങ്ങിയാണ്. ഒരാളുണ്ട്, നമ്മളെ സ്വന്തം ആളാ. അവിടെ അങ്ങോട്ട് പ്രവേശനം ഇല്ലാന്ന് പറയുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് അറിയില്ല, നമ്മളെ കാവേരീനെ കാണാറിങ്ങിയാ. പെണ്ണ് കാണാൻ വന്നാളല്ലേ? സംഭവം പെണ്ണ് തന്നെയാണ്. നിങ്ങൾ വരുന്നോ? കാണണ്ട ആളാ? ഞാൻ പെണ്ണ് കണ്ടതാണ്. അല്ല, ഇതല്ല, കൂടെ വരി. ഞാനല്ലേ വിളിക്കുന്നത്. ഒരാളെ കാണിച്ചു തരാം. നിങ്ങൾ കാണാനുള്ള ആളില്ല. വിമലാട്ടാ, ഞാൻ പറഞ്ഞ ആളതാ, വിശാലായിട്ട് കണ്ടോളി. ആരെയാണ്? മോളെ കാവേരി. മോളാണ് അല്ലേ? മോളെവിടെ? കുഞ്ഞിമോളെവിടെ? കുഞ്ഞിമോളെവിടെ? ആ കുഞ്ഞിമോളെ. കാവേരി ഞാനും എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് കാവേരി ഓക്ക് ഞാനും. ഞങ്ങൾ തമ്മിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി എന്ത് അങ്ങാടി ഒരു ഉമ്മനെ അല്ല, കാവേരിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാവേരിക്ക് ഭയങ്കര ബുദ്ധിയാണ്. അതായത് കാവേരി ഒരു 6 മാസം കൊണ്ട് ഞാൻ ആനെ പഠിക്കുന്നതിന് മുമ്പ് ആന എന്നെ പഠിച്ചു. അതായത് എനിക്കിഷ്ടമില്ലാത്ത എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ തെറ്റും, അതുപോലെ നമ്മളത് ആദ്യം അങ്ങോട്ട് പഠിക്കേണ്ടത് ആന ഇങ്ങോട്ട് പഠിക്കും. ഇങ്ങോട്ട് വരി. അങ്ങനെ പേടിച്ചാലോ നിങ്ങളുടെ ആളുള്ളിൽ വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അതാ അത്രേ ഉള്ളൂ. തിന്നാൻ കൊടുക്കണ്ടേ? കൊടുത്തോളൂ. ആര് കൊടുത്താലും തിന്നു. കാവേരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മനുഷ്യന്മാരാണെങ്കിൽ നമുക്ക് ഇത്ര, അതായത് വിശ്വാസമായാലും അല്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കൂല. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മളെ മൂഡ് മാറിയ കാവേരിക്കാറി. അതായത് നമുക്ക് സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ. ഭാര്യയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം ഇവളാണ്. കാരണം ഭാര്യ പറയുന്നതെന്ന് വെച്ചാൽ ഇവള് കഴിഞ്ഞിട്ട് എനിക്ക് ഭാര്യ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഞാൻ ഭാര്യനോട് എപ്പോഴും പറയും, ഇവളതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കണം. എന്ത് കാര്യമായാലും ഇവൾക്ക് ഞാനേ ഉള്ളൂ, ഞാൻ ചെയ്തു കൊടുക്കണം. ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോട് ചോദിച്ച് ചെയ്യുക. അത് അങ്ങനെയല്ലല്ലോ വരുത്. എന്താ പ്രശ്നം? അപ്പോൾ പോവാനാണേ, അയച്ചു വിടണം വീടിക്ക് പോവാൻ. രണ്ട് കിലോമീറ്റർ ഡെയിലി നടക്കും ഞങ്ങൾ. ചിലപ്പോൾ ഈ പറഞ്ഞമാതിരി നടത്തം കുറവാണ് എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ 8 കിലോമീറ്റർ വരെ നടന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. നടത്ത ആനകൾക്ക് എപ്പോഴും നടത്തം നിർബന്ധമാണ്. കാവേരിയുടെ പ്രിയപ്പെട്ട ഐറ്റമാണ് ചോക്കോബാർ. ഡെയിലി കാവേരിയുടെ ദിനചര്യയുടെ ഭാഗമാണ്. ഇതാ മോളെ, നോക്കിയാൽ കഴിക്കണോ, ഷുഗറൊക്കെ നോക്കണോ, നമ്മളെ ആരോഗ്യം നമ്മളെ നോക്കാവുള്ളൂ. തടിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മധുരം അധികം നല്ലതല്ല. എന്നാലും ഇത് കണ്ടിന്യൂ ചെയ്തോ. കാഴ്ചയിലെ പോലെ തന്നെ വിശാലമാണ് കാവേരി. ഉള്ളു നിറയെ സ്നേഹമാണ്. അതിനേറെ വിശാലമാണ് ഷിമിലും കാവേരിയും തമ്മിലുള്ള ആത്മബന്ധം. നമ്മുടെ മനസ്സും നിറഞ്ഞു. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.